കാഞ്ചന, ഇന്ന് ഫെബ്രുവരി 14, പ്രണയദിനം. അതാ കണ്ണുകൾ എന്നോട് എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാൻ പറ്റില്ല. അത് പ്രണയം എന്ന് പറഞ്ഞാൽ അതാ അന്തമാണ്. അതേ അവസരത്തിൽ എന്താ ഭയങ്കര പറയാൻ പറ്റാത്തൊരു വികാരമാണത്. എല്ലാം നമുക്ക് ഉപേക്ഷിക്കാൻ തോന്നുകയാണല്ലോ. വർഷങ്ങൾക്ക് മുൻപ് ഒരു ഫെബ്രുവരി 14 ഞാൻ നിനക്കെഴുതിയ ഒരു കത്തിനെ കുറിച്ച് നീ ഓർക്കുന്നുണ്ടോ? നീ മറക്കാൻ സാധ്യതയില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചതും നീ എന്നെ സ്നേഹിച്ചതുമൊന്നും മറക്കാൻ വേണ്ടിയല്ലല്ലോ. ഞാൻ പൊതുവേ പ്രണയത്തിന് എതിരുള്ള ആളാണ്. ഞങ്ങളിങ്ങനെ വ്യാഴവും ഞായറാഴ്ച ഞങ്ങൾ ഹോളിഡേ ഉണ്ടാകുക. ഇപ്പോൾ കോൺവെൻറ്റിൽ നിന്ന് ഇവിടെ കൊണ്ടുപോകും, ബീച്ചിൽ കൊണ്ടുപോകും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തെ ഈ ക്രിസ്ത്യൻ കോളേജ് ചെക്കന്മാർ കുറേ പെണ്ണുങ്ങൾ ഇങ്ങനെ വരുമ്പോൾ, പെൺകുട്ടികൾ വരുമ്പോൾ നല്ല അരിയിക്കില്ല അവർക്കും. അപ്പോൾ ചില കുട്ടികൾ പീക്ക് കളിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വിഡ്ഢിത്തരം കളിക്കരുതിട്ട് നമുക്ക് പറയും ഇവരോട്. വലിയ ആളെ മാതിരി ഞാൻ ചെറിയ ആൾ. അവിടെ നിന്നാണ് പ്രണയത്തിൻ്റെ ഒരു മനസ്സിൽ ഒരാൾ കയറി വരുന്നതിൻ്റെ ഒരനുഭൂതി. അതുവരെ അങ്ങനത്തെ ഒരു അനുഭൂതി ഉണ്ടായിട്ടില്ല. പിന്നെയുണ്ടല്ലോ, നമ്മുടെ ഇരുവഴിഞ്ഞിപ്പുഴ പോലെ തന്നെ ഇവിടെ സ്വർഗത്തിൽ തെളിഞ്ഞൊഴുകുന്നൊരു പുഴയുണ്ട്. അതിൽ മനോഹരമായ ചെറു തോണികളുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ അതിങ്ങനെ നോക്കിയിരിക്കും. തോണിയുടെ ഒരറ്റത്ത് നീ ഇരിക്കുന്ന പോലെ തോന്നും. ഒരു ദിവസം നമ്മളിങ്ങനെ തോണിയിൽ സഞ്ചരിക്കുമ്പോൾ കൂരിച്ചൊരിയുന്ന മഴ. കരക്കെത്തിയപ്പോഴേക്കും നമ്മൾ ഒന്നാകെ നനഞ്ഞിരുന്നു. നീയെടുത്ത സാരിയുടെ തുമ്പുകൊണ്ടാണ് എൻ്റെ തലതോർത്തി തന്നത്. അവിടുത്തെ കഥകളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇവിടുത്തെ കഥകൾ നിനക്കറിയണ്ടേ? നിന്നെ കാണാൻ വരുന്നവരോട് നമ്മുടെ പഴയ കഥകളൊക്കെ ഇപ്പോഴും പറയാറുണ്ടോ? നാട്ടിലെത്തിയാൽ എന്നെ അറിയിക്കാനുള്ളതാണ്. ഒരു പീ ആണെങ്കിൽ പീന്നങ്ങോട്ട് നീളു ശബ്ദമല്ല എനിക്ക്. പീ പി 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 പീ പി 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 അങ്ങനെ പോവുകയാണെങ്കിൽ ഞാനിവിടെയുണ്ട്. മൊയ്തീൻ അപ്പോൾ അന്ന് നമ്മളെ വയലൊന്നും തോരാത്ത കാലമാണ്. അപ്പോൾ ആ വയലിൻ്റെ അഗസ്ത്യമൊഴി വളവെന്ന് മണാശ്ശേരി വളവ് വരെ കേൾക്കാം. മൊയ്തീനാ പോകണമെന്ന് മനസ്സിലാവും. ഞാൻ ഇവിടെയാണെങ്കിലും എൻ്റെ ഹൃദയം അവിടെയാണ്. നിന്നെ കാണാൻ ഇപ്പോഴും എത്ര പേരാണ് വരുന്നത്? അവരോടൊക്കെ നീ നമ്മുടെ കഥ പറയാറില്ലേ? ഇടയ്ക്ക് ഞാനും ആ കഥകളൊക്കെ ഓർക്കും. എന്തൊരു രസമായിരുന്നു മുഖത്തോട് മുഖം നോക്കിയിരിക്കാൻ. പല സ്ഥലത്ത് വെച്ച് ഞങ്ങൾ കണ്ടുകൂട്ടിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. ഈ പിന്നെ മോതിരമാറ്റത്തിന് സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. ചെറിയൊരു കൂടിക്കാഴ്ചക്ക് എത്രയോ മധുരം തോന്നുക. നിന്റെ ഹൃദയത്തിൽ ഞാനും എൻ്റെ ഹൃദയത്തിൽ നീയുമുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും രണ്ടിടങ്ങളിലല്ലല്ലോ. മനസ്സിലാണ് സ്വർഗം നരകം. ആ സ്വർഗത്തിലാണ്, എൻ്റെ മനസ്സിൻ്റെ സ്വർഗത്തിൽ മൊയ്തീൻ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ പ്രണയകാലത്തെ ആരെങ്കിലും നോവിച്ചെന്ന് നീ കരുതരുത്. അവരെ കാണുമ്പോൾ നീ ഉള്ളു തുറന്ന് സംസാരിക്കണം. നമ്മുടെ പ്രണയകാലത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയണം. അവരുടെ വിശേഷങ്ങൾ ഓരോന്നായി നീ എനിക്ക് എഴുതുമല്ലോ. പിന്നെ മേൽവിലാസത്തിൽ BP മൊയ്തീൻ എന്ന് എഴുതുന്നതിന് പകരം മൊയ്തീൻ കാഞ്ചനമാല എന്ന് മാത്രം എഴുതിയാൽ മതിയാവും. ആ പേരിനപ്പുറം ഒരു മേൽവിലാസവും വേണമെന്നില്ല. ഇവിടുത്തെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഓരോന്നായി ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. എന്ന് നിന്റെ സ്വന്തം മൊയ്തീൻ.